ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വിക്രത്തിനെ പോലീസ് തല്ലിച്ചതയ്ക്കുന്നുണ്ട്. പ്രകാശൻ ആ കാഴ്ച കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും ഞാൻ ഒരു വക്കീലിനെ കണ്ടിട്ട് മോനെ പുറത്തിറക്കാൻ ശ്രമിക്കാം മോനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോരുന്നുണ്ടെങ്കിലും പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അതിനേക്കാളും വലിയ വക്കീലിനെയാണ് കല്യാണിയും കിരണൊക്കെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ നമ്മുടെ വിക്രത്തിനെ കോടതിയിൽ ഹാജരാക്കേണ്ട ദിവസമായിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ കല്യാണിയും കിരണും ദീപയും എല്ലാവരും വന്നിട്ടുണ്ട്, പ്രകാശനൊക്കെയുണ്ട്. അങ്ങനെ ആ ഒരു കോടതിയിൽ വിക്രത്തിനെതിരെ വാദിച്ച് കിരണിന്റെയൊക്കെ വക്കീൽ വാദിച്ച് വിക്രത്തിന് ആ ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കുകയാണ്. ഇവൻ ഒരു കുറ്റവാളിയാണ്, അതുകൊണ്ട് തന്നെ ഇവൻ ഇങ്ങനെ പുറത്തിറക്കി വിട്ടു കഴിഞ്ഞാൽ ഇവൻ കൊടും കുറ്റവാളിയാകും. അതുകൊണ്ട് ഇവനെ ജയിലിൽ അടയ്ക്കണം എന്ന് തന്നെയാണ് ജഡ്ജ് വിധി എഴുതുന്നതും. അങ്ങനെ വിക്രമാകെ നാണം കെട്ട് കൈവേലങ്ങൊക്കെ ഇട്ട് പോലീസിന്റെ കൂടെ അങ്ങനെ ജീപ്പിലേക്ക് നടന്നു പോവുകയാണ്. പ്രകാശനാണെങ്കിൽ ആകെ സങ്കടവും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ആവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ കോടതി വളപ്പിൽ വെച്ച് തന്നെ നമ്മുടെ പ്രകാശൻ കല്യാണിയെ വെല്ലുവിളിക്കുകയാണ്. നീയാണ്ടി ഞങ്ങളുടെ ശത്രു, നീ എൻ്റെ മകനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്, കള്ളക്കേസൊക്കെ പെടുത്തിയിട്ട് അല്ലേ എൻ്റെ മകനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിന്നെ ഞാൻ കൊല്ലുമിടി എന്നൊക്കെ പറഞ്ഞങ്ങനെ വലിയ ഭീഷണിയും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. എന്തായാലും പ്രകാശന് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വീട്ടിൽ ഇപ്പൊ വിക്രം എടുത്തിട്ടുള്ള ആ ഒരു വീട്ടിൽ അവൻ അങ്ങനെ സുഖിച്ചങ്ങനെ കിടക്കുകയാണ്, സങ്കടത്തോടുകൂടിയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭാനുമതി അമ്മ ഈ ഒരു കാര്യം അറിയുകയാണ്. ഭാനുമതി അമ്മയോട് പറയുന്നുണ്ട്, കോടതിയിൽ വെച്ചിട്ട് പ്രകാശൻ കല്യാണിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് നടക്കുന്നത്. ഇനിയിപ്പോ അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നൊന്നും അറിയില്ല, ഡ്രൈവിംഗ് ഒക്കെ അറിയണതാണ്, അതുകൊണ്ട് ഈ കാറിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം കല്യാണി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഭാനുമതി അമ്മയ്ക്ക് പേടിയാവാണ്. എന്തായാലും താൻ വളർത്തി വഷളാക്കിയ തൻ്റെ മകനും ചെറുമകനുമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉപദ്രവമായിട്ടിരിക്കുന്നത്. താനും അതിനൊരു കാരണമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവനെ ഇല്ലാതാക്കാൻ ആ പ്രകാശനെ എന്തായാലും വിക്രത്തിന്റെ കാര്യം പോലീസുകാർ നോക്കിക്കോളും. ഇനിയിപ്പോൾ പ്രകാശനാണ്, അവനെയും ഇല്ലാതാക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു വലിയ ഇരുമ്പ് വടിയുമായിട്ട് നേരെ പോകുന്നത് പ്രകാശിന്റെ അരികിലേക്കാണ്. അങ്ങനെ പ്രകാശിന്റെ കാല് കിടന്നുറങ്ങുന്ന പ്രകാശൻ ഇങ്ങനെ തിരിഞ്ഞു കിടക്കാണ്. വലിയൊരു ഇരുമ്പ് വടി കൊണ്ട് രണ്ട് കാലും അടിച്ച് ചതയ്ക്കുകയാണ്. പ്രകാശം വാവിട്ട് കരയുന്നുണ്ട്, അമ്മയെ വേണ്ട എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അമ്മ പറയുകയാണ്, നീ എന്താടി വിചാരിച്ചത്, എൻ്റെ മോളെ നീ കൊല്ലുമെന്ന് പറഞ്ഞു, കല്യാണി മോളെ നീ കൊല്ലുമെന്ന് പറഞ്ഞു, നീ കാലും വെച്ച് നീ നടക്കണ്ട എന്നും പറഞ്ഞിട്ടാണ് അടിച്ചു തകർക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ പ്രകാശൻ ഹോസ്പിറ്റലിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ അവനങ്ങനെ രണ്ട് കാലും ഒടിഞ്ഞ രീതിയിൽ അങ്ങനെ കിടക്കുകയാണ്. എന്തായാലും ഒരു കൈ സഹായത്തിന് ഒരാൾ പോലും ഇല്ലാതെ ആകെ വശം കെട്ട് ഇരുന്ന് നിരങ്ങുന്ന ഒരു ഭാഗമാണ്. എന്തായാലും നമ്മുടെ വിക്രം ജയിലിലാവുന്നതോടുകൂടി പ്രകാശൻ ശരിക്കും പാഠം പഠിക്കുന്നുണ്ട്, ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വിക്രം നേരെ പോകുന്നത് ഗംഗപ്രസാദിന്റെ അരികിലേക്കാണ്. എന്തായാലും അവർ രണ്ടുപേരും ചാടിക്കഴിഞ്ഞാൽ ഇവരുടെ ഇപ്പോഴത്തുള്ള അവസ്ഥ അതിനേലും ഗുരുതരമാകുമെന്ന് അവർക്ക് ഇപ്പോഴും ഉറപ്പുണ്ട്. അതുകൊണ്ട് അവർ എന്തായാലും കരുതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.